ബീഹാറിലെ ഉജ്ജ്വല വിജയമായിരുന്നു. ഇനിയുമാണ് അവിടെ നിന്നുള്ള കാര്യങ്ങൾ അറിയാനുള്ളത്. കാരണം BJP വലിയ ഒറ്റക്കക്ഷിയായിട്ടുണ്ട്. പക്ഷേ നിതീഷിനെ തള്ളിക്കളയാൻ പറ്റും? ഒരിക്കലും പറ്റില്ല എന്ന് മാത്രമല്ല, നിതീഷിനെ പൂർണ്ണമായി ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും BJP മുന്നോട്ട് പോവുക. ഇപ്പോൾ ചില അഭ്യൂഹങ്ങൾ കേൾക്കുന്നതൊക്കെ അസ്ഥാനത്തായിരിക്കും. കാരണം ഇന്നലെ തന്നെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേക്കൻസി ഇല്ല, അതവിടെ ഫില്ലാണ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പം അതുകൊണ്ട് നിതീഷിൻ്റെ കാര്യത്തിലൊരു മാറ്റമുണ്ടാവാൻ ഇപ്പോൾ ഇടയില്ല. പക്ഷേ BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു പിടിമുറുക്കം അവർ നടത്തുന്നതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി അടക്കമുള്ളവരിലേക്കൊരു സംശയം ഇടുന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരിക്കലും നിതീഷിനെ വെട്ടിലാക്കാനുള്ളതോ നിതീഷിനെ കുരുക്കാനുള്ളതോ അല്ല. ഇപ്പോൾ തന്നെ കേൾക്കുന്നത് നിതീഷിനെ അഭിനന്ദിച്ചുകൊണ്ട് ചില NDA നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രി പദവിയാണ് അങ്ങക്ക് ഒഴിഞ്ഞു കിടക്കുന്നത് എന്ന് സൂചിപ്പിച്ചു. അദ്ദേഹം മന്ദസ്മിതം കൊണ്ട് അത് ഒതുക്കി എന്നാണ് കേട്ടത്. അപ്പം ഇന്ത്യ മുന്നണിക്ക് എന്തെങ്കിലും ഒരു അസ്വാരസ്യം ഉണ്ടായാൽ അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണിയുടെ നേതാവാക്കി കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ എന്ന് അവർ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിതീഷിനറിയാം ഈ വിത്തുകളൊന്നും അമിത്ഷാ മോദി കൂട്ടുകെട്ടിൻ്റെ അടുത്ത് നടക്കില്ല എന്ന്. അത് ഇനി ഒരു പക്ഷേ നിതീഷിന് അവിടെ മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ പോലും അദ്ദേഹത്തിന് അത്തരത്തിലൊരു കാര്യം ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. നിതീഷിന് ഒരു തവണ കൂടി മുഖ്യമന്ത്രിയാകാൻ വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ എന്തായാലും മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ സെഷനുകൾ അദ്ദേഹത്തിന് തന്നെയായിരിക്കും. 1-2 വർഷങ്ങളോ ഒക്കെ, അല്ലെങ്കിൽ ഈ മന്ത്രിസഭ കേന്ദ്രത്തിൽ, നരേന്ദ്രമോദി മന്ത്രിസഭ കേന്ദ്രത്തിൽ നിൽക്കുന്ന കാലഘട്ടമോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് നീണ്ടുപോയി കഴിഞ്ഞാൽ 5 വർഷവും നിതീഷ് തുടർന്നാൽ ഒരുപക്ഷെ വീണ്ടും ആൻറ്റി ഇൻകംബൻസിയുടെ ഏറ്റവും കടുത്ത ഒരു രൂപം വരുമോ എന്നും ഭയമുണ്ട്. കാരണം നിതീഷിൻ്റെ ആ പ്രഭാവ കാലം കഴിഞ്ഞു. ഇപ്പം തന്നെ ഒരു വിധത്തിൽ മാനേജ് ചെയ്ത് നിന്നതാണ്. നിതീഷിനെ വളരെ കൊച്ചാക്കി, ഏതാണ്ട് ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരപ്പൂപ്പനാക്കി പലരും, പ്രത്യേകിച്ച് തേജസ്വിയും RJDയും ഒക്കെ ചിത്രീകരിക്കുകയുണ്ടായി. കോൺഗ്രസും അതിൽ മോശമൊന്നും ആയിരുന്നില്ല. പക്ഷേ അത് ബാക്ക് ഫയർ ചെയ്ത് നിതീഷിന് ഗുണമായി എന്നുള്ളതാണ് കണ്ടത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ചോദിച്ചത്, നിങ്ങളുടെ വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത, ഒരുപാട് ഗുണം ചെയ്ത ഒരു കാരണവർ അദ്ദേഹത്തിന് പ്രായമായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ചവിട്ടിക്കൂട്ടി പുറത്താക്കുമോ, അദ്ദേഹത്തിന് മാന്യമായൊരു സ്ഥാനത്ത് ഇരിക്കാനുള്ള സൗകര്യമല്ലേ ചെയ്തു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്ത ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. പക്ഷേ ഇത് എല്ലാ കാലവും അങ്ങനെ നിൽക്കണമെന്നില്ല. കാരണം പ്രായാധിക്യം എല്ലാവർക്കും ബാധിക്കാമല്ലോ. അപ്പം അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് നാളുകൾ എന്തായാലും നിതീഷ് കഴിഞ്ഞ് നിതീഷിന് മറ്റെന്തെങ്കിലും നിതീഷിലൂടെയാണ് ഭരണം തുടരുന്നത്. അപ്പോൾ ആ ഒരു ശൈലി ഇപ്പോൾ തൽക്കാലത്തേക്ക് തുടരാൻ തന്നെയാണ് നല്ല സാധ്യത. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 ഉപമുഖ്യമന്ത്രി സ്ഥാനം നോട്ടമുണ്ട്. അതാണ് പ്രധാനമായിട്ടും അവരുടെ ലക്ഷ്യം. ഉപമുഖ്യമന്ത്രിമാർ ലഭിക്കുക എന്നുള്ളത് അവരുടെ പ്രധാന നോട്ടമാണ്. അതുപോലെ പ്രധാന വകുപ്പുകളെല്ലാം ഇത്തവണ തങ്ങൾക്ക് കിട്ടണം. തങ്ങൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നെങ്കിലും ഇത്തവണ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അപ്രമാദിത്വത്തിൻ്റെ ഒരു നെറുകയിലെത്തിയത് BJPയുടെ ഒരു കഠിന പ്രയത്നം തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. ഈ 202 എന്നുള്ള സീറ്റിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. അത് വളരെയധികം ടീം വർക്കിൻ്റെയും അടിത്തട്ടിൽ നടത്തിയ ഉഗ്രൻ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഫലമായി വന്നതാണ്. ഇപ്പോഴും വോട്ട് ചോരി രംഗത്ത് നിൽപ്പുണ്ട്. ഇന്ത്യ മുന്നണി അത് തന്നെയാണ് പറയുന്നത്, കോൺഗ്രസ് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അവസാനമായിട്ടും ഇത് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അവിടെ 3 കോടി വോട്ടുകൾ അവസാനം വന്നപ്പോൾ വ്യത്യാസം വന്നിരിക്കുന്നു എന്നൊക്കെ. അതൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ വരെ വോട്ട് ചേർക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാവരും ചേർത്തിട്ടുണ്ട്. അതുപോലെ BJPയും വളരെ സംഘടിതമായി വോട്ട് ചേർക്കൽ നടത്തിയിട്ടുണ്ട്. 24 മണിക്കൂർ മുമ്പ് വരെയൊക്കെ വോട്ട് ചേർക്കുന്ന സംവിധാനങ്ങൾ വരെ നിലനിന്നിരുന്നു. അപ്പം അതൊക്കെ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കാനുള്ള സാഹചര്യങ്ങളൊന്നും പരാതി കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ
പിന്നെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണെന്നാണ് BJP വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ചിരാഗിന്റെ വിജയമാണ് അവിടുത്തെ എനിക്ക് തോന്നുന്നു ആരെക്കാളും വലിയ വിജയമാണ്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ പിതാവ് പസ്വാൻ ഉദ്ദേശിച്ച പോലും ഇത്രയ്ക്ക് വലിയ ഒരു വിജയം കിട്ടുമെന്ന് അക്കാലങ്ങളിൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ ചിരാഗ് പസ്വാൻ അത് നേടിയെടുത്തിരിക്കുകയാണ്. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം തന്നെയാണ്. താൻ തന്നെയാണ് ഇപ്പോഴും SC വിഭാഗത്തിൻ്റെയൊക്കെ വലിയ ഒരു പടത്തലവൻ എന്നുള്ളത് അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ചിരാഗിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വിലപേശൽ ഉണ്ടാവും? തീർച്ചയായിട്ടും വിലപേശലല്ല. അദ്ദേഹം പറയുന്നത് ഞാൻ നരേന്ദ്രമോദിയുടെ ഒരു വലിയ ഭക്തനാണ്, അദ്ദേഹം ആയിരിക്കും ഇതൊക്കെ നിശ്ചയിക്കുക എന്നാണ്. ഇന്നലെ പല മാധ്യമങ്ങളും അദ്ദേഹത്തിന് ചികഞ്ഞും ചൊറിഞ്ഞും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾക്കറിയാമല്ലോ, കർട്ടന് പിന്നിൽ പറയാനുള്ളത് ഞാൻ കർട്ടന് പിന്നിലേ പറയുള്ളൂ, കർട്ടന് മുന്നിൽ പറയാനുള്ളത് മാത്രമേ കർട്ടന് മുന്നിൽ പറയുള്ളൂ എന്ന് അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയുണ്ടായി. അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പറയുകയുണ്ടായി, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവ് നരേന്ദ്രമോദിയാണ്, അദ്ദേഹം പറയും, അദ്ദേഹം അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും, അതായിരിക്കും ഞാൻ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് നരേന്ദ്രമോദിയിൽ വലിയ വിശ്വാസമാണ്. ഒരുപക്ഷെ ചിരാഗ് പാസ്വാന് അത്തരത്തിൽ ഒരു ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പദവി കൂടെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. നരേന്ദ്രമോദി വഴി അത് കിട്ടും എന്നത് തന്നെയാണ് പസ്വാൻ ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും. ഈ ബീഹാർ പൊതുവെ ഈ മുസ്ലിം യാദവ ജാതി രാഷ്ട്രീയത്തിൽ കിടന്ന് കറങ്ങിയതാണ്. അവിടെയാണ് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ചില മുദ്രാവാക്യങ്ങൾ ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ടധികാർ എന്ന് പറഞ്ഞ യാത്ര തന്നെ ഒരു ഫെയില്യൂറായിപ്പോയി. അത് വോട്ടില്ലാത്തവർക്ക് വേണ്ടി, അവർക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടി നടത്തിയ ഒരു മാർഗമായിരുന്നു എന്നുള്ളത് അവിടുത്തെ സാമാന്യ ജനങ്ങൾക്ക് ഒരു തോന്നലുണ്ട്. അത് അർഹതയില്ലാത്തവർക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നടപടിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങൾ ഒഴിച്ചുള്ളവരിൽ ഉണ്ട്. അത് അവർക്ക് ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട്. അതാണ് യാദവ വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടായത്. ഇത് മാത്രമല്ല, വഖഫ് നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞതും RJD പറഞ്ഞത് അല്ലെങ്കിൽ തേജസ്വി പറഞ്ഞത് വളരെയധികം നെഗറ്റീവായിട്ട് അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അത് BJPക്ക് യാദവർക്കിടയിൽ മറ്റ് സവർണരായ ഹിന്ദുക്കളും അവർണരായ ഹിന്ദുക്കളുടെ ഇടയിലും മുതലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതവർക്ക് ദോഷം ചെയ്തിട്ടുണ്ടെന്നുള്ള ഇലക്ഷനിലെ ഈ സിസ്റ്റത്തിൽ മനസ്സിലാക്കുന്നതാണ്. MY എന്ന് പറയുന്നത് മുസ്ലിം യാദവ് എന്നുള്ളതിനെ മാറ്റി മഹിളാ യൂത്ത് എന്നാക്കി എടുക്കാനായിട്ട് BJPക്ക് കഴിഞ്ഞു. അതാണ് പുതിയ MY അവിടെ BJP ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ വിജയത്തിൻ്റെ അടിത്തറയായിട്ട് പറയുന്നത്. കാരണം അതിന് അവർക്ക് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ കൊടുത്തതും അതുപോലെ തൊഴിലവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതും ഒക്കെ തന്നെ ഗുണമായിട്ടുണ്ട്. യുവാക്കൾക്ക് ഭാവിയിലേക്ക് വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ നേടുന്നതിനൊക്കെ ഉള്ള കൂടുതൽ സൗകര്യങ്ങൾ BJPയിൽ നിന്നാണ് ലഭിക്കുക, അല്ലെങ്കിൽ BJP JDU മുന്നണിയിൽ നിന്നാണ് ലഭിക്കുക എന്നൊക്കെ ഉള്ളത് MYക്ക് മഹിളാ യുവ മുന്നേറ്റത്തിന് കാരണമാക്കിയിട്ടുണ്ട്. അത് വോട്ടിംഗ് പെർസെൻറ്റേജിലും കിട്ടിയ വിജയത്തിലും വളരെയധികം കാണാനുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.